ഈ ക്രിസ്മസ് ട്രീ നമുക്ക് ആനിമി ക്യാരക്ടേഴ്സിനെ കൊണ്ട് അലങ്കരിച്ചാലോ? അതിൻ്റെ ലീഡറായി ഞാൻ തിരഞ്ഞെടുത്തത് ടാൻജിയയാണ്. പിന്നെ ഒരു 5 പേരെ കൂടെ ഞാൻ സെലക്ട് ചെയ്തു. നീല നിറമുള്ള പോക്കറ്റ് ക്യാറ്റിനോട് ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനുള്ള ഡെക്കറേഷൻ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ പോക്കറ്റിൽ കൈയിട്ട നീല പൂച്ച ഒരു ലോഡ് ഐറ്റംസ് എടുത്ത് പുറത്തിട്ടു. അതിൻ്റെ കൂടെ മിന്നിത്തിളങ്ങുന്ന ഒരു വലിയ നക്ഷത്രം. ഇതെങ്ങനെ ട്രീയുടെ മുകളിൽ വെക്കണം എന്ന് വിചാരിച്ചപ്പോൾ മസിലളിയൻ ആ നക്ഷത്രം എടുത്തുകൊണ്ട് ഒറ്റച്ചാട്ടം. മരമെങ്ങാനും ഒടിഞ്ഞു വീഴുമോ എന്ന് വിചാരിച്ച് ടാൻജിയുടെ കിളി പോയി. മസിലളിയൻ ട്രീയുടെ മുകളിൽ ഇരിക്കുന്നത് കണ്ട കുരുപ്പ് മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. എന്നിട്ട് അതിന്റെ മുകളിൽ നിന്ന് എല്ലാവരെയും നോക്കി ഗോഷ്ടി കാണിച്ചു. പൂച്ചയുടെ പോക്കറ്റിൽ നിന്ന് തെറിച്ചു വീണ ട്രഷർ ബോക്സ് കണ്ട റബ്ബർ ബോയ് അതിന്റെ മുകളിൽ കയറി നിന്ന് ആർത്ത് വിളിച്ചു, കിട്ടി കിട്ടി ട്രഷർ കിട്ടി, കിട്ടി കിട്ടി ട്രഷർ കിട്ടി. നമ്മുടെ നാറു ആണെങ്കിൽ ട്രീയിലിടേണ്ട സീരിയൽ ബൾബിന്റെ കുരുക്കഴിക്കാൻ കിടന്ന് പണിപ്പെടുകയായിരുന്നു. അവനെ കൊണ്ടാണെങ്കിൽ അതിന് കഴിയുന്നതുമില്ല, ആകെ ചളവളമായി. ഇതെല്ലാം കണ്ട് കലിപുരണ്ട ടാൻജി പറഞ്ഞു, മതി നിർത്തിക്കോ, ഇവിടെ പണിയെടുക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ മസിലളിയനാണ്. എന്നിട്ട് മുകളിലോട്ട് നോക്കി. മസിലളിയനാണെങ്കിൽ ഒരു കയ്യിൽ ഡെക്കറേഷൻ ഐറ്റവും മറ്റേ കയ്യിലാണെങ്കിൽ തിളങ്ങുന്ന സ്റ്റാറുമായി ട്രീയുടെ മുകളിൽ കിടന്ന് ബാലൻസ് ചെയ്യാനായി പെടാപ്പാട് പെടുന്നു. ഇത് കണ്ട റബ്ബർ ബോയ് കൈ സ്ട്രെച്ച് ചെയ്ത് മസിലളിയനെ സഹായിച്ചു. നാറുവിനെ നീലപ്പൂച്ചയും കുരുത്തം കെട്ട ചെറുക്കനും കൂടെ ഹെൽപ്പ് ചെയ്തു ട്രീയിൽ മൊത്തം ബൾബ് വിട്ടു. ഇവരെല്ലാവരും പരസ്പരം സഹായിക്കുന്നത് കണ്ട് ടാൻജിയുടെ കണ്ണുകൾ നിറഞ്ഞു. പിന്നെ എല്ലാവരും ക്രിസ്മസ് പാപ്പയുടെ ഗൗണും അവൻ നൽകി. എന്നിട്ട് ക്രിസ്മസ് ട്രീയുടെ മുന്നിൽ നിന്ന് എല്ലാവരും കൂടെ ഒരു സെൽഫി എടുത്തു. അപ്പോൾ എല്ലാവർക്കും ആർട്ടിമിസ്റ്റോ ടീമിന്റെ